ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 6ാം ക്ലാസ്സിലെ മക്കൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം ഡിസ്കസ് ചെയ്യാനാണ്. ലാൻഡ് ഓഫ് എറ്റേണൽ സ്നോ അല്ലെങ്കിൽ മഞ്ഞുരുകാത്ത നാട്ടിനെ കുറിച്ച് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഈ ഭാഗം എങ്ങനെ പഠിച്ചെടുക്കാം, ഈ ഭാഗത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പഠിച്ചെടുക്കണം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ മക്കളും കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് കാണാൻ സെറ്റ് ആവുക. അപ്പൊ നമ്മൾ ഈ മഞ്ഞുരുകാത്ത നാട്ടിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു നാട്ടിലെ പ്രത്യേകതയാണ് ഇന്യൂട്ടുകൾ അല്ലെ. ഇന്യൂട്ടുകൾ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇന്യൂട്ടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഇന്യൂട്ടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്യൂട്ട് ട്രൈബ്സ് അല്ലെങ്കിൽ ഇന്യൂട്ട് ഗോത്ര വിഭാഗങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് നമ്മൾ പറയുന്നത്? ഇന്യൂട്ട് ഗോത്ര വിഭാഗങ്ങൾ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഗ്ലൂ എന്ന് പറയുന്നത്. അപ്പൊ ഇന്യൂട്ട്സ് ആരാണ്? ഇന്യൂട്ടുകൾ ആരാണ് മക്കളെ? ഇന്യൂട്ട് എന്ന് പറയുന്നത് ട്രൈബ്സ് ആണ്. ഈ ട്രൈബൽ പീപ്പിൾസ് അവരുടെ എന്താ പറയാ മഞ്ഞുകാലത്ത് നിർമ്മിക്കുന്ന ഒരു ടെമ്പററി ഹൗസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഗ്ലൂട്ട എന്ന് പറയേണ്ട. ഇന്യൂട്ടുകൾ നിർമ്മിക്കുന്ന അവരുടെ വീടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഗ്ലൂ എന്ന് പറയുന്നത്. ലൈക്ക് ദിസ്, ഇതുപോലെ ഒരു ആമനൊക്കെ പോലെ ഉണ്ടല്ലേ കാണാൻ, ലൈക്ക് അതുപോലെ തന്നെയുള്ള ആ വീടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഗ്ലൂ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് അടയാളപ്പെടുത്തി പോകാം. ഇന്യൂട്ട് ഗോത്രവർഗ്ഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണ് ഇഗ്ലൂ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇഗ്ലൂ എന്നാണ് ഇതിന്റെ പേര്. ഇഗ്ലൂ നല്ല രസമുള്ള പേരല്ല, ഇഗ്ലൂ എന്നാണ് ഇതിന്റെ പേര്. ഇനി ആരാണ് ഇന്യൂട്ടുകൾ? ഹു വെർ ഇന്യൂട്ട്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആരാണ് ഇന്യൂട്ടുകൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾ ഇവിടെ അടയാളപ്പെടുത്തുന്ന ഭാഗങ്ങൾ മാത്രം ആൻസർ ചെയ്യാം. വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ എന്ന് പറയുന്നത്. ആരാണ് മക്കളെ ഇന്യൂട്ടുകൾ എന്ന് പറയുന്നത്? ആരെയാണ് ഇന്യൂട്ടുകൾ എന്ന് പറയുന്നത്? വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായിട്ട് മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഇന്യൂട്ടുകൾ എന്ന് പറയുന്നത്. ഹു വെർ ഇന്യൂട്ട്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾ ഒരു കാരണവശാലും തെറ്റിക്കരുത്, എഴുതണം. ഇനി എന്താണ് ഇഗ്ലൂ? ഈ ഇന്യൂട്ടുകൾ നിർമ്മിക്കുന്ന മഞ്ഞുകട്ടകൾ കൊണ്ട് ഇന്യൂട്ടുകൾ നിർമ്മിക്കുന്ന ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന വാസസ്ഥലങ്ങളെയാണ്, വീടുകളെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഇഗ്ലൂ എന്ന് പറയുന്നത്. ഇഗ്ലൂ കണ്ടോ? പിക്ചർ കണ്ടോ? ഇതാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷ് മക്കൾക്ക് നമുക്ക് നോക്കാം അല്ലെ. Inuits are the dwellers of the permanently snow-covered regions in the northern part of North America and Eurasia. ഇന്യൂട്ടുകൾ എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലെയും യുറേഷ്യയിലെയും നോർത്തേൺ പാർട്ടിലെ സ്നോ കവേർഡ് ആയിട്ടുള്ള നോർത്തേൺ പാർട്ടിൽ പെർമനന്റ് ആയിട്ട് ഡ്വെല്ലേഴ്സ് അല്ലെങ്കിൽ താമസിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്യൂട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടെമ്പററി അവർ ബിൽഡ് ചെയ്ത ടെമ്പററി ഹൗസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഗ്ലൂ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് മക്കളെ? ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? കാലാവസ്ഥ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വർഷത്തിൽ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും രാത്രിയുമാണ്. പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം കൂടും. തുടർച്ചയായിട്ട് വർഷത്തിൽ 6 മാസക്കാലം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇന്യൂട്ടുകൾ എന്ന് പറയുന്നത് എല്ലാ അൺഫേവറബിൾ കണ്ടീഷൻസിനും സർവൈവ് ചെയ്യുന്ന ആളുകളാണ്. ബിക്കോസ് നിങ്ങൾക്കറിയാം, നമ്മളിപ്പോ ഒരു നമുക്ക് ഒരു എ സിയിൽ തന്നെ കണ്ടിന്യൂസ് ആയി കിടക്കും. ഇപ്പൊ സാറിന് ജലദോഷം പിടിച്ചിട്ടുണ്ട്. ബിക്കോസ് എ സിന്റെ ചോട്ടിൽ തന്നെ കുറെ സമയം ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ ഇന്യൂട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ സർവൈവ് ചെയ്തുകൊണ്ട്, ഇത്തരം സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന ആളുകളാണ് ആര്? ഇന്യൂട്ടുകൾ എന്ന് നമുക്ക് കാണാൻ പറ്റും മക്കളെ. അപ്പൊ പ്രതികൂല കാലാവസ്ഥയ്ക്ക് അതിജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഇന്യൂട്ടുകൾ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി അവരുടെ പ്രധാനപ്പെട്ട ഓക്യുപ്പേഷൻ, വാട്ട് ആർ ദ മേജർ ഓക്യുപ്പേഷൻസ് ഓഫ് ഇന്യൂട്ട്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് പ്രധാനപ്പെട്ട ജീവിതോപാധി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് മക്കളെ? എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട മീൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്? ജീവിതോപാധി എന്ന് പറയുന്നത് ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് ആർ ദ മീൻസ് ഓഫ് ലൈഫ്. ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് നമുക്കിപ്പോ എന്താ പറയാ, ഫിഷിംഗ് തൽക്കാലം സാർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കിണർന്ന് വെള്ളം കോരുന്നതാണെന്ന് നമുക്ക് വിചാരിച്ചോണ്ട. അപ്പൊ ഹണ്ടിങ്ങും ഫിഷിംഗും ആണ് ഇന്യൂട്ട്സിന്റെ പ്രധാനപ്പെട്ട ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അവർ ജീവിക്കുന്നത് എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ്? ഹണ്ടിങ്ങും ഫിഷിങ്ങും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. എന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. ചെറു സമൂഹങ്ങളായി ജീവിക്കുന്ന ഇവർ ഒരു പ്രദേശത്ത് സ്ഥിരമായി വസിക്കുന്നില്ല. ഇവരെന്താണ്? സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഇവർ താമസിക്കുന്നത്. സ്മോൾ ഗ്രൂപ്പ്സ് ആണ്. ഇവരുടെ സോഷ്യൽ കണ്ടീഷൻസ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ടാണ്, ചെറു സമൂഹങ്ങളായിട്ടാണ് ഇവർ താമസിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രത്യേക സ്ഥലത്ത്
കൂടുതൽ കാലം അവരെന്ത് ചെയ്തില്ല, താമസിക്കുന്നില്ല. അതുപോലെ തന്നെ അവർ വീടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? തിമിംഗലത്തിന്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ച് ഇവർ എന്ത് ഉണ്ടാറുണ്ട്? വീടുകൾ നിർമ്മിക്കാറുണ്ട്. എന്തൊക്കെയാണ് മക്കളെ? They also make houses using bones of whales, rocks and leather. അപ്പൊ ഇത്രയാണ് ഇന്യൂട്ടുകളെ കുറിച്ച് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്യൂട്ടിനെ കുറിച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കവർ ചെയ്യാണ് മക്കളെ. ഈ ഭാഗത്ത് നിന്ന് എന്ത് ചോദിച്ചാലും മക്കളെ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. അപ്പൊ ഇന്യൂട്ട് എന്താണ്, ഇഗ്ലു എന്താണ്, അവരുടെ എന്താ പറയാ കാലാവസ്ഥ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ അവരെന്തുകൊണ്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒക്കെ തന്നോളി. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം, വീണ്ടും വീഡിയോസ് ഒക്കെ കാണാം. ബൈ.